ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതെന്തൊക്കെയാണ്, ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ ടൈംലൈനിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഫിൽട്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ ഒരു ഫിൽറ്റർ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫിൽറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിൽറ്റർ നമ്മുടെ വീഡിയോയിലേക്ക് അപ്ലൈ ആകുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ രണ്ടാമതൊരു ഓപ്ഷൻ കാണാം, ട്രിം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ട് നമുക്ക് കിട്ടുന്ന ഇതേപോലെ വീഡിയോയുടെ തുടക്കത്തിൽ നിന്നും വീഡിയോയുടെ ലാസ്റ്റിൽ നിന്നും നമുക്ക് ഇതുപോലെ ട്രിം ചെയ്ത് മാറ്റാൻ സാധിക്കും. അതിനുശേഷം ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ട്രിമ്മായി. അത്രയും ഭാഗം നമ്മുടെ കട്ടായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമാണ് നമുക്കിവിടെ സേവ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് കാണുന്നത് എഫക്ട്സിൻ്റെ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നിരവധി എഫക്ട്സ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ എഫക്ട്സ് ഏതാണോ വേണ്ടത് അത് വീഡിയോയിലേക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ എഫക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് അപ്ലൈ ആയി. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷനാണ്. ഈ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത പാർട്സ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. നമുക്ക് വേണ്ടാത്ത പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ നമുക്ക് വീഡിയോയിൽ നിന്ന് റിമൂവ് ആയി കിട്ടും. നെക്സ്റ്റ് ഓപ്ഷൻ ഡിലീറ്റ് ആണ്. ഈ യെല്ലോ ബോർഡർ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഇപ്പോൾ വീഡിയോ സെലക്ട് ആയിരിക്കുന്നത്. ആ ഒരു ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഡിലീറ്റായി. നമുക്ക് അടുത്ത ഓപ്ഷൻ കാണിക്കുന്നത് സ്പീഡ് എന്നൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രീസെറ്റ് ആയിട്ട് നിരവധി സ്പീഡ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. മോണ്ടേജ്, ഹീറോ ടൈം, അതായത് നമ്മുടെ വീഡിയോയിലെ സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനും ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്കിവിടെ റെഗുലർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഈ ഒരു കർവ് താഴേക്ക് ആക്കി കഴിഞ്ഞാൽ സ്ലോ മോഷനാണ്. അതേപോലെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഫാസ്റ്റ് മോഷനാണ്. മുകളിലേക്ക് ആക്കി കഴിയുമ്പോൾ വീഡിയോ നമ്മുടെ ഫാസ്റ്റായിട്ടായിരിക്കും പ്ലേ ആവുന്നത്. അതേപോലെ താഴേക്ക് ആക്കിയാൽ വീഡിയോ സ്ലോ ആയിട്ടായിരിക്കും പ്ലേ ആവുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ വോളിയത്തിൻ്റെ ആണ്. വോളിയത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോയുടെ വോളിയം ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 150 വരെ നമുക്ക് മാക്സിമം വോളിയം ഉണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ വോളിയം സെലക്ട് ചെയ്യാൻ സാധിക്കും. ഡിഫോൾട്ടായിട്ട് വരുന്ന വോളിയം 100 ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഫെയ്ഡ് ആണ്. ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട് രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഫെയ്ഡ് ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിലൊരു ഫെയ്ഡ് ഇൻട്രോ ആയിരിക്കും. അതേപോലെ ഔട്ട്രോയിൽ നമുക്ക് ഫെയ്ഡ് ഔട്ട് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്രോപ്പ് ആണ്. ക്രോപ്പ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഇതുപോലെ വീഡിയോ ക്രോപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ താഴെ നിരവധി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 9:16, 1:1, 16:9, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ അത് അപ്ലൈ ആവുന്നതായിരിക്കും. അതേപോലെ ഇവിടെ ടോപ്പിൽ ഒറിജിനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ വീഡിയോയുടെ റേഷ്യോ സെലക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് റൊട്ടേറ്റ് ആണ്. റൊട്ടേറ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ വീഡിയോ റൊട്ടേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ മിറർ ആണ്. മിററിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മിറർ ഓപ്ഷൻ ആക്കാൻ സാധിക്കും. അതായത് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് സിനിമാ ക്ലിപ്പുകൾ കണ്ടിട്ടില്ലേ, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അത് കോപ്പറേറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ഇതുപോലെ മിറർ ഓപ്ഷൻ ഇട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഫ്ലിപ്പ് ഇതുപോലെ തലതിരിച്ച് ആക്കാനായിട്ട് ഫ്ലിപ്പ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫിറ്റ്, അതായത് നമ്മളൊരു ലെയർ ആഡ് ചെയ്തതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലൊരു ഫോട്ടോ ആഡ് ചെയ്യുവാണെങ്കിൽ ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് ഈ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെയർ ക്ലിക്ക് ചെയ്യുന്നു, ഫോട്ടോസ് വീഡിയോയിൽ പോകുന്നു, വീഡിയോ സെലക്ട് ചെയ്യുന്നു, വീഡിയോ ആഡ് ചെയ്തു. ഇതേപോലെ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഫുൾ സ്ക്രീൻ ആക്കി സെറ്റ് ചെയ്യാം. അതേസമയം മാനുവലായിട്ട് ചെയ്ത് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വീഡിയോയിൽ സെറ്റായി കിട്ടും. അതിനാണ് ഫിറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് റേഷ്യോ ആണ് സെറ്റ് ചെയ്ത് ആ റേഷ്യോയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ഫിറ്റ് ആവാൻ വേണ്ടിയാണ് ഫിറ്റ് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മളൊരു ലെയർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വീഡിയോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. ഒരു ലെയറിൻ്റെ പുറത്ത് മറ്റൊരു ഫോട്ടോയോ വീഡിയോ ആഡ് ചെയ്യുമ്പോഴാണ് ഫിറ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ബോർഡറാണ്.
ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്ക് ഒരു ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോർഡർ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് അതിൻ്റെ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വിഡ്ത്ത് ഇവിടുന്ന് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ പല കളറിൽ നമുക്ക് ബോർഡർ നമുക്ക് ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓക്കെ കൊടുത്താൽ ഇത് അപ്ലൈ ആയി. നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത് ബ്ലറാണ്. നമ്മുടെ വീഡിയോ ഫോട്ടോ ഇതുപോലെ നമുക്ക് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബേസിക്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, റേഡിയോ ആക്റ്റീവ് 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ റേഡിയസ് നമുക്ക് ഇവിടുന്ന് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓക്കെ കൊടുത്താൽ ഈ ബ്ലർ നമ്മുടെ വീഡിയോയിലേക്ക് അപ്ലൈ ആയി. അതേപോലെ ഒപ്പാസിറ്റി ഉപയോഗിച്ച് നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഒപ്പാസിറ്റി ഇതുപോലെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് വീഡിയോയ്ക്കൊക്കെ വാട്ടർമാർക്ക് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ബോൾഡായിട്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെങ്ത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഒപ്പാസിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ വാട്ടർമാർക്കായിട്ട് മാറ്റാൻ സാധിക്കും. ഇതേപോലെ ഒപ്പാസിറ്റി ഉപയോഗിച്ച് ഇതുപോലെ മൈനസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വാട്ടർമാർക്കായിട്ട് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് സൂമാണ്. നമ്മുടെ വീഡിയോയിലേക്ക് ഇതേപോലെ സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അതായത് നമ്മുടെ ഒരു ക്ലിപ്പ് വന്നതിന് ശേഷം അടുത്തൊരു ക്ലിപ്പ് വരുന്ന സമയത്ത് ഒരു സൂം ഇൻ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് ആ ഒരു എഫക്റ്റ് അപ്ലൈ ആവുന്നതായിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് എക്സ്ട്രാക്ട് ഓഡിയോ ആണ്. അതായത് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോയുടെ ഓഡിയോ നമുക്ക് സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോയുടെ ലെയറിൽ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ സെപ്പറേറ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഓഡിയോ എക്സ്പോർട്ട് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വേറെ വീഡിയോയിലേക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓട്ടോ ക്യാപ്ഷനാണ്. നമ്മുടെ വീഡിയോയിലേക്ക് ക്യാപ്ഷൻസ് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പല ലാംഗ്വേജ് കാണാൻ സാധിക്കും. ഇതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ലാംഗ്വേജ്. ബാക്കി വേറെ ചൈനീസ്, തായ്, ഇറ്റാലിയൻ ഒക്കെയാണ്. സബ്സ്ക്രിപ്ഷൻ എടുത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് ഓട്ടോ ക്യാപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മൊസൈക്ക് ആണ്. മൊസൈക്ക് ഉപയോഗിച്ച് അതൊരു ബ്ലറിൻ്റെ വേർഷനാണ്. മൊസൈക്ക് ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് പാർട്ട് നമുക്ക് ബ്ലർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൊസൈക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് അത് അപ്ലൈ ആയി. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ അൺഡു ആരോയിൽ ഞെക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോയിൽ നിന്ന് റിമൂവ് ആവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് മാഗ്നിഫയർ ആണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് ഇതുപോലെ സൂം ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ റേഡിയസ് ഇതുപോലെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇതിൻ്റെ ബോർഡറിൻ്റെ വിഡ്ത്ത് ഇതുപോലെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. സ്ക്വയറുണ്ട്, സ്റ്റൈൽ, ഈ രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ട് നമുക്ക് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് സ്റ്റോറീസ് ആണ്. ഇത് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പല പാർട്ടുകളായിട്ട് കാണിക്കുമ്പം അതിൻ്റെ ഒരു ക്യാപ്ഷൻ ആഡ് ചെയ്യാനും പുതിയ ക്ലിപ്പ് ആഡ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് റിവേഴ്സ് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റിവേഴ്സ് ആക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വീഡിയോ നേരെ റിവേഴ്സ് ആയി പോകും. നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് വരുന്നത് ഫ്രീസിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇതുപോലെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു പാർട്ട് ജസ്റ്റ് ഒരു സ്റ്റിൽ ഫോട്ടോ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്പോസ് ആക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഫ്രീസ് ഫ്രെയിം. ഈ ഒരു പാർട്ടിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു ഫ്രീസ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോയുടെ ഇടയിലായിട്ട് നമുക്കൊരു സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമായപ്പോൾ നമുക്ക് ഉണ്ടോ പോസായി വീണ്ടും പ്ലേ ആയി. ഫ്രീസ് കൊടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് ഇതുപോലെ ട്രോൾ ഫേസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഫ്രീസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പിപ്പ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഡയറക്റ്റ് ടൈംലൈനിലേക്ക് ആഡ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ഇപ്പോൾ ഈ പിപ്പ് ട്രാക്ക് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വേറൊരു ലെയറായി, മുകളിലേക്ക് വേറൊരു ലെയറായി. അതിനുശേഷം നമുക്ക് ഇവിടെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചില വീഡിയോസ് കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് ബ്ലറും മുകളിൽ സെയിം വീഡിയോ തന്നെ പ്ലേ ആവുന്നത്. അത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ VN വീഡിയോ എഡിറ്ററിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്.
ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീഡിയോ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.